ഇന്നത്തെ ടോപ്പിക് വരുന്നത് കോമൺ പെരിഫറൽ കേബിൾസ് ആൻഡ് ദെയർ ഇൻ്റർഫേസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേബിൾസിനെയും കണക്റ്റേഴ്സിനെയും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ച് ഇൻ്റർഫേസസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു രണ്ടോ മൂന്നോ ഇൻ്റർഫേസും കൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. An interface is a method of connecting two dissimilar items together. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ കേബിൾ തന്നെ പറഞ്ഞു. കേബിൾ എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് ആണ്. രണ്ട് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസസിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസ് ആണ്. അപ്പം ഇൻ്റർഫേസ് എന്ന് പറയുന്ന മീനിങ് അതാണ്. എന്തിനെയൊക്കെയാണോ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു കേബിളിന് പറയുന്ന പേരാണ് ഇൻ്റർഫേസ്. A peripheral interface is a method of connecting a peripheral or accessory to a computer, including the specification of cabling, connectors, and port type, speed, and method of communication used. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്ന ഓരോ ഇൻ്റർഫേസിനനുസരിച്ചും അത് യൂസ് ചെയ്യുന്ന കണക്ടർ, അതുപോലെ തന്നെ കേബിൾ, പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സ്പെസിഫിക്കേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ദ മോസ്റ്റ് കോമൺ ഇൻ്റർഫേസസ് യൂസ്ഡ് ഇൻ PCs ടുഡേ ഇൻക്ലൂഡ്. അപ്പം മെയിനായിട്ടും വരുന്ന കുറച്ച് ഇൻ്റർഫേസുകളാണ് ഡ്രൈവ് ഇൻ്റർഫേസസ്, SCSI, പാരലൽ ഇൻ്റർഫേസ്, സീരിയൽ, USB, IEEE 1394, RJ45, ഓഡിയോ, PS2. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുവിധം എല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഏതാണ്? പാരലൽ ഇൻ്റർഫേസും അതുപോലെ തന്നെ സീരിയൽ ഇൻ്റർഫേസുമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലായിട്ടും ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഡ്രൈവ് ഇൻ്റർഫേസസ്. ഓൾമോസ്റ്റ് എവറി കമ്പ്യൂട്ടർ മെയ്ഡ് ടുഡേ യൂസ് സം ടൈപ്പ് ഓഫ് ഡിസ്ക് ഡ്രൈവ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് അണ്ടിൽ ദേ ആർ നീഡഡ്. അപ്പോൾ എന്താണ്? ഇപ്പോഴത്തെ എല്ലാ കമ്പ്യൂട്ടറിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ഡ്രൈവ്സ് നീഡ് സം ഫോം ഓഫ് കണക്ഷൻ ടു ദ മദർ ബോർഡ് സോ ദ കമ്പ്യൂട്ടർ ക്യാൻ ടോക്ക് ടു ദി ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറും ആ ഒരു ഡ്രൈവും തമ്മിലുള്ള ഒരു കണക്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കണക്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്രൈവ് ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ഏത് ഡ്രൈവാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഡ്രൈവും മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവ് ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ദർ ആർ ടു മെയിൻ ടൈപ്പ്: ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് ആൻഡ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്കും മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് യൂസ് ചെയ്യും. ഹാർഡ് ഡിസ്കും മദർ ബോർഡും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് യൂസ് ചെയ്യും. Floppy disk drive interface allow floppy disk drive and certain other devices such as some internal tape drives to be connected to the motherboard, and similarly hard disk drive interface do the same for hard disk and optical drives among others. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്ലോപ്പി ഡിസ്കും മദർ ബോർഡും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ഡിസ്ക് ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ IDE, EIDE, പാറ്റ, സാറ്റ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ്, SCSI ഇൻ്റർഫേസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ടോപ്പിക്കിൽ അതും കൂടെ നിങ്ങൾ എടുത്തെഴുതണം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എഴുതിയില്ലെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് എഴുതുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം. കാരണം ഇതാണ് ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് വരുന്നത്. IDE, EIDE, പാറ്റ, സാറ്റ, SCSI. ഇനി അടുത്ത എന്താണ്? പാരലൽ ഇൻ്റർഫേസസ്. For many years, the most popular type of interface available on computer was the parallel interface. അതിൻ്റെ ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എ പാരലൽ ഇൻ്റർഫേസ് റെഫേഴ്സ് ടു എ മൾട്ടി ലൈൻ ചാനൽ, ഈച്ച് ലൈൻ capable of transmitting several bits of data simultaneously. Most commonly, personal computers have at least one parallel interface for connecting a printer using a parallel port. അപ്പോൾ പാരലൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു പാരലൽ പോർട്ടിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പാരലൽ പോർട്ടിലേക്ക് ഒരു ഡിവൈസും മദർ ബോർഡും തമ്മിലുള്ള കണക്ഷൻ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ കമ്പ്യൂട്ടറിലും തന്നെ പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്താ പറയുന്നത്? പാരലൽ ഇൻ്റർഫേസ് റെഫേഴ്സ് ടു എ മൾട്ടി ലൈൻ ചാനൽ. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരലലായിട്ട് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മൾട്ടി ലൈൻ ചാനലാണ്. അപ്പോൾ പാറ്റ കേബിളൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ പാറ്റ കേബിളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് വയേഴ്സ് കൂടി ചേർന്നതാണ് ആ ഒരു റിബൺ എന്ന് പറയുന്നത്, ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? മൾട്ടി ലൈൻ ചാനലാണ്. അറ്റ് എ ടൈം എല്ലാ ലൈനിലൂടെയും ഡാറ്റേനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് പാരലൽ ഇൻ്റർഫേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
ഇൻ്റർഫേസിന് 8 ലൈനാണുള്ളതെങ്കിൽ അറ്റ് എ ടൈം 8 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻ ചാനലിലൂടെ 1 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു റിബണിൽ 8 ലൈൻസ് ആണുള്ളതെങ്കിൽ അറ്റ് എ ടൈം 8 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ പ്രിൻറ്റേഴ്സ് ജനറലി യൂസ് പാരലൽ ഇൻ്റർഫേസ്. ഇപ്പോൾ പ്രിൻറ്റേഴ്സിന് എപ്പോഴും എന്തായിരിക്കും പാരലൽ പോർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പാരലൽ പോർട്ട് വഴി ഈ പാരലൽ ഇൻ്റർഫേസ് വഴിയായിരിക്കും അതിനെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. A parallel interface provides a multi-line data channel in which bits are sent across multiple conductors simultaneously. Because of that, we can transfer data not one bit at a time but several bit at a time. എന്താ പറഞ്ഞിരിക്കുന്നത്, മൾട്ടി ലൈൻ ചാനൽ ആയതുകൊണ്ട് തന്നെ ഡാറ്റേനെ സൈമിൾട്ടേനിയസ് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ എന്താണ്, അറ്റ് എ ടൈം നമുക്ക് 8 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. ദ അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ ഇൻ്റർഫേസ് ഓവർ സീരിയൽ ഇൻ്റർഫേസ് ഈസ് സ്പീഡ്. ഇപ്പോൾ ഒരു പാരലൽ ഇൻ്റർഫേസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് തന്നെയാണ്. സീരിയൽ ഇൻ്റർഫേസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡാണ്. കാരണം എന്താണ്, അറ്റ് എ ടൈം ഡാറ്റേനെ ഒന്നിൽ കൂടുതൽ ബിറ്റ്, അതായത് 8 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. One of the problems with the parallel interface was cable length. When we are dealing with a parallel interface, we were transferring 8 signal across 8 wires all at one time. Because of this, it is possible that some bits on some wires get sooner to the destination instead of all bits arriving at the same time. If that happens, the receiving device doesn't know where the byte begin and where the byte end. ഇപ്പോൾ ഈ പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അതായത് നമ്മൾ 8 ബിറ്റ് ഡാറ്റേനെ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 8 ബിറ്റ് ഡാറ്റയും കറക്റ്റ് ടൈമിൽ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് വരില്ല. എന്തെങ്കിലും ട്രാൻസ്മിഷൻ എറർ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഡിലേ ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഈ 8 ബിറ്റ് സെൻഡർ സൈഡിൽ നിന്ന് സെൻഡ് ചെയ്ത 8 ബിറ്റ് ഡാറ്റയും റിസീവർ സൈഡിൽ കറക്റ്റ് ടൈമിൽ എത്തണമെന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കറക്റ്റ് ടൈമിൽ എത്താതെ ആ ഡിസോർഡറിലാണ് എത്തുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് ബിറ്റും എൻഡിങ് ബിറ്റൊന്നും കണ്ടുപിടിക്കാൻ കറക്റ്റായിട്ട്, ആ ഡാറ്റ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. അതാണ് പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് ദ പാരലൽ ഇൻ്റർഫേസ് വാസ് പ്രിൻ്റർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞു പ്രിൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ദർ ആർ 3 മേജർ സ്പെസിഫിക്കേഷൻ ഓഫ് പാരലൽ പോർട്ട്. ഈ പാരലൽ ഇൻ്റർഫേസിന് 3 സ്പെസിഫിക്കേഷനാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട്, ബൈ ഡയറക്ഷണൽ പാരലൽ പോർട്ട്സ്, എൻഹാൻസ്ഡ് പാരലൽ പോർട്ട്. ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട്സ്. ദ സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട് ഓൺലി ട്രാൻസ്മിറ്റ് ഡാറ്റ ഔട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇറ്റ് ക്യാനോട്ട് റിസീവ് ഡാറ്റ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട് എന്ന് പറയുന്നത് ഒരു വൺ ഡയറക്ഷണലായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതിന് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റേനെ റിസീവ് ചെയ്യാൻ പറ്റില്ല. ദ സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട് വാസ് ഫൗണ്ട് ഓൺ ദി ഒറിജിനൽ IBM PC XT ആൻഡ് AT. ഈ IBM PC-യിലും XT-യിലും AT-യിലും ഒക്കെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട് കാണുന്നത്. ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ഓൺലി 150 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് ആൻഡ് വാസ് മോസ്റ്റ് കോമൺലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ടു പ്രിൻറ്റേഴ്സ്. അപ്പോൾ പ്രിൻറ്റേഴ്സിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറയുന്നത് 150 KB പെർ സെക്കൻഡ് ആണ്. ദിസ് ടെക്നോളജി ഓൾസോ ഹാഡ് എ മാക്സിമം ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് ഓഫ് 10 feet. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ട്രാൻസിഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 feet-ലാണ്. ആ 10 feet-നുള്ളിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്ത എന്താണ്, ബൈ ഡയറക്ഷണൽ പാരലൽ പോർട്ട്. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്, സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണലാണ്. ഒരു സൈഡിലേക്ക് മാത്രമേ ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റില്ല. As its name suggests, the bidirectional parallel port has one important advantage over a standard parallel port. It can both transmit and receive data. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൈഡയറക്ഷണൽ പാരലൽ പോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റേനെ സെൻഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും പറ്റും. മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് മെയ്ഡ് since 1994 that include a parallel printer port had this bidirectional parallel port. ഇപ്പോൾ ഉള്ള ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ പോർട്ട് യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്, ബൈ ഡയറക്ഷണൽ, ഡാറ്റനെ സെൻഡ് ചെയ്യാനും ഡാറ്റനെ റിസീവ് ചെയ്യാനും ക്യാപ്പബിലിറ്റി ഉള്ള പാരലൽ പോർട്ട്സ് ആണ്. ഇനി അടുത്തത് വരുന്നത് എൻഹാൻസ്ഡ് പാരലൽ പോർട്ട്സ്. ആസ് മോർ പീപ്പിൾ ബിഗാൻ യൂസിങ് പാരലൽ പോർട്ട്സ് ടു ഇൻ്റർഫേസ് വിത്ത് ഡിവൈസ് അതർ ദാൻ പ്രിൻറ്റേഴ്സ്, ദേ സ്റ്റാർട്ടഡ് ടു നോട്ടീസ് ദാറ്റ് ദ അവൈലബിൾ സ്പീഡ് വാസ് നോട്ട് ഗുഡ് ഇനഫ്. Double speed CD-ROM drives had a transfer rate of 300 KB per second,
but the parallel port could transfer data at only 150 kb per second, thus limiting the speed at which a computer could retrieve data from an external device. അതായത് ബൈഡയറക്ഷണൽ നമുക്ക് രണ്ട് സൈഡിലൂടെയും ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. പക്ഷേ അവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു പാരലൽ പോർട്ടിൻ്റെ യൂസ് കൂടി വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവായിട്ട് തോന്നി. ഒരു ഡബിൾ സ്പീഡ് സി ഡി റോമിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും, 300 kb per സെക്കൻഡിനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ പാരലൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ 150 kb per സെക്കൻഡ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് സ്പീഡ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നു. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഹാൻസ്ഡ് പാരലൽ പോർട്ട് യൂസ് ചെയ്യുന്നത്. ടു സോൾവ് ദാറ്റ് പ്രോബ്ലം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, അതായത് IEEE ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്, എൻഹാൻസ്ഡ് പാരലൽ പോർട്ട് ഡെവലപ്പ് ചെയ്തത്. കെയിം അപ്പ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഫോർ എൻഹാൻസ്ഡ് പാരലൽ പോർട്ട്സ് കോൾഡ് IEEE 1284. ഇതാണ് പാരലൽ പോർട്ട്സ്. ഇത്രയാണ് പാരലൽ പോർട്ട്സ് വരുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 3 സ്റ്റാൻഡേർഡാണുള്ളത്. ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് പാരലൽ പോർട്ട്, ഇതൊരു യൂണി ഡയറക്ഷണൽ ആണ്. ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. എൻഹാൻസ്ഡും ബൈ ഡയറക്ഷണൽ ആണ്, പക്ഷേ പാരലൽ പോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ സ്പീഡ് വളരെ കൂടുതലാണ്. ഇനി അടുത്തത് വരുന്നത് എന്താണ്, സീരിയൽ ഇൻ്റർഫേസസ്. ഇൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ bits of data are sent one after another down on wire and they return on a different wire in the same cable. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പാരലൽ എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇപ്പോൾ 8 ബിറ്റ് ഉണ്ടെങ്കിൽ 8 ബിറ്റും അറ്റ് എ ടൈം സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സീരിയൽ ഇൻ്റർഫേസ് ആകുമ്പം 1 ബിറ്റ് അറ്റ് എ ടൈം ആണ്. ഒരു ബിറ്റ് സെൻഡ് ചെയ്യുന്നു, അതിന് ശേഷം അടുത്ത ബിറ്റ്. സൈമൾട്ടേനിയസ് ആയിട്ട് പാരലലായിട്ട് അവിടെ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നില്ല. സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ ആണ്. എ സീരിയൽ ഇൻ്റർഫേസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ദാറ്റ് ട്രാൻസ്മിറ്റ് data as a single stream of bit, typically using a wire plus ground cable, a single wireless channel or a wire pair. Three main type of serial interfaces are available today: standard serial, universal serial bus, firewire. ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പാരലൽ ഇൻ്റർഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീരിയൽ പോർട്ടിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ പാരലലായിട്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 ബിറ്റ് അറ്റ് എ ടൈമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സീരിയൽ ഇൻ്റർഫേസ് ഡിസ്പ്ലേ ഈസ് ദ യൂസ് ഓഫ് ഫ്യൂവർ പിൻസ്. അപ്പം പാരലൽ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ അത്രയും ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ അത്രയും പിൻസ് അവിടെ ആവശ്യമാണ്. ആ ഒരു കണക്ടറിൽ അത്രയും പിൻസ് ആവശ്യമാണ്. പക്ഷേ സീരിയൽ ഇൻ്റർഫേസ് നമ്പർ ഓഫ് പിൻസ് അവിടെ കുറവായിരിക്കും. Almost every computer made since the original IBM PC has at least one serial port. അപ്പോൾ നമ്മൾ പറഞ്ഞു പാരലൽ പോർട്ട് ഒന്നെങ്കിലും ഉണ്ടാവും, അതുപോലെ തന്നെ സീരിയൽ പോർട്ടും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവും. ദ കമ്പ്യൂട്ടേഴ്സ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ് ബിക്കോസ് ദേ ഹാവ് എയ്തർ എ DE9 ഓർ DB25 മെയിൽ പോർട്ട്. ഈ പോർട്ട് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് സീരിയൽ പോർട്ട് ഹാവ് എ മാക്സിമം ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ഓഫ് 57 kbps and maximum cable length of 50 feet. അപ്പോൾ ഇവിടെ മാക്സിമം ട്രാൻസ്മിഷൻ സ്പീഡ് സീരിയൽ പോർട്ടിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് 57 kbps ആണ്. അതിന് 50 ഫീറ്റിനുള്ളിൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഇനി അതൊരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പാരലൽ ഇൻ്റർഫേസ്, എന്താണ് അറ്റ് എ ടൈം നമുക്ക് 8 ബിറ്റ് ഡാറ്റേനെ D0 to D7 8 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഈ സീരിയൽ ഇൻ്റർഫേസ് ആകുമ്പോഴോ 1 ബിറ്റ് അറ്റ് എ ടൈമാണ്. ആദ്യം D0, D1, D0, D1, D2, D3, D4, D5, D6, D7. അപ്പോൾ ഓരോ ഡാറ്റേനെയും ഓരോ ബിറ്റിനെയും 1 ആഫ്റ്റർ അനദർ ആയിട്ടാണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒരൊറ്റ വയറിലൂടെയാണ്, സിംഗിൾ ലൈനിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെ മൾട്ടി ലൈൻ ചാനലിലൂടെയാണ് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്.